നിങ്ങൾ സാധാരണ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സോഴ്സിൻ്റെ വോൾട്ടേജ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എഴുതാറ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെ വി എൽ എളുപ്പത്തിൽ എഴുതാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഏത് ലൂപ്പിലാണോ കെ വി എൽ എഴുതേണ്ടത് ആ ലൂപ്പ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക. ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എളുപ്പത്തിന് വേണ്ടി കെ വി എൽ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ വോൾട്ടേജിൻ്റെയും സൈന് മാർക്ക് ചെയ്യുക, പ്ലസും മൈനസും ഒക്കെ. അപ്പം നമുക്കിതറിയാം ബാറ്ററിയാണ്. അപ്പം ബാറ്ററിയുടെ ഇത് മൈനസ്, ഇത് പ്ലസ്. ഇനി റെസിസ്റ്റൻസിൻ്റെ കേസിൽ കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ആണെങ്കിൽ ഇത് പ്ലസ്, ഇത് മൈനസ്. R2ലും കറണ്ട് മേളിൽ നിന്ന് താഴോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ അനുസരിച്ചിട്ട്. അപ്പം ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എല്ലാ വോൾട്ടേജസിൻ്റെയും പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യമേ കാണുന്ന സൈന് എടുത്തെഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. കെ വി എല്ലിൽ എളുപ്പത്തിന് എഴുതാനായിട്ട് നിങ്ങൾ ആദ്യമേ കാണുന്ന സൈൻ ആദ്യമേ എഴുതുക. ഓക്കെ, അപ്പം ഈ ബാറ്ററിയുടെ സൈൻ ആദ്യമേ കാണുന്ന മൈനസാണ്. അപ്പം മൈനസ് വി ഐ. ഇവിടെ വരുമ്പോൾ ആദ്യമേ കാണുന്ന സൈന് പ്ലസ്. അപ്പം പ്ലസ് ഐ ഇൻറ്റു R1. അടുത്ത കമ്പോണൻറ്റ് വരുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, അതിൻ്റെ ആദ്യത്തെ സൈന് പ്ലസ്. അപ്പോൾ പ്ലസ് ഐ ഇൻറ്റു R2, അതാണ് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇവിടെ ആദ്യമേ കാണുന്ന സൈന് ഈ ഡയറക്ഷനിൽ വരുമ്പോൾ ആദ്യമേ കാണുന്ന സൈന് പ്ലസ് ഐ ഇൻറ്റു R3. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തിരിച്ചു വന്നു. അപ്പം നമ്മുടെ ലൂപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ കെ വി എൽ എഴുതാം. കാരണം നിങ്ങളുടെ പ്രോബ്ലംസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് കെ വി എല്ലും ഓംസ് ലോയും അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു ബേസിക് കാര്യം കൂടി അറിയാനുള്ളതെന്ന് വെച്ചാൽ വി എ ബി. ഓക്കെ, വി എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജാണ് വി എ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ സാധാരണ എഴുതുമ്പം വി എ മൈനസ് വി ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഒരു ഫോം. വി എ ബി എന്ന് പറഞ്ഞാൽ വി എ ഫസ്റ്റ് ലെറ്ററിലെ വോൾട്ടേജ് മൈനസ് സെക്കൻഡ് ലെറ്ററിലെ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക് കെ വി എൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി ബി ജെ ടി നോക്കാം. ഓക്കെ, ഇപ്പോൾ ബി ജെ ടിയുടെ കേസിൽ അഞ്ജലി, ബി ജെ ടിയുടെ കേസിൽ നിങ്ങൾക്ക് 3 ടെർമിനൽസ് ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന NPN ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗറാണ്. ആഞ്ജലി, ഈ ബിയും സിയും ഇയും ഏതൊക്കെയാ ടെർമിനൽസ് ആണെന്ന് പറയാമോ? ഓർക്കുന്നുണ്ടത് പറഞ്ഞാൽ മതി. ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഓക്കെ ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബി എന്ന് പറഞ്ഞാൽ ബേസ്, സി എന്ന് പറഞ്ഞാൽ കളക്ടർ, ഇ എന്ന് പറഞ്ഞാൽ എമിറ്റർ. ഓക്കെ, അപ്പം അങ്ങനെ 3 ടെർമിനൽസ് ഉണ്ട്. പിന്നെ NPN ആകുമ്പോൾ നമ്മൾ ആരോ പുറത്തോട്ടാണ് മാർക്ക് ചെയ്യുന്നത് എമിറ്ററിൻ്റെ അവിടെ. ഓക്കെ, അപ്പം ഇതാണ് സിമ്പിൾ. പിന്നെ നിങ്ങൾ കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ, അപ്പം ഈ 3 ടെർമിനൽസിൽ 3 കറണ്ട് ഉണ്ടെന്ന് അറിയാം. അപ്പം എമിറ്ററിൻ്റെ സിമ്പിൾ NPN ആകുമ്പോൾ എമിറ്ററിൻ്റെ അവിടുത്തെ ആരോ പുറത്തോട്ടാണ്. ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് IE. ഓക്കെ, അപ്പോൾ IE പുറത്തോട്ടാണെങ്കിൽ ബാക്കി 2 കറണ്ട് അകത്തോട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പം നിങ്ങൾ ത്രൂ ഔട്ട് NPN ട്രാൻസിസ്റ്റർ മാത്രമായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. PNP അങ്ങനെ യൂസ് ചെയ്യത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എമിറ്ററിൻ്റെ കറണ്ട് പുറത്തോട്ടായിരിക്കും, കളക്ടർ കറണ്ടും ബേസ് കറണ്ടും അകത്തോട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, പ്രോബ്ലംസിൽ വേണ്ടതാണ്. IE ഈക്വൽ ടു IB പ്ലസ് IC. ഓക്കെ, എമിറ്റർ കറണ്ട് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ഇനി വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് IC ഈക്വൽ ടു ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICU. ഓക്കെ, അർജുൻ,
ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി ആണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി എന്ന് പറഞ്ഞും എടുക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. എബിൻ, ഫെമി, ഹരിപ്രസാദ്, ജസ്ന, ലിയാൻ, ഓർക്കണില്ല മിസ്. ഇല്ല. ഓക്കെ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ആണ്. നമ്മൾ ഐ സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് ആണ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ പേര് വിളിക്കുന്ന വെച്ചാൽ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഞാൻ മാത്രം പറയുന്ന പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പേരും കൂടെ ഇടയ്ക്ക് വിളിക്കുന്നത്. ഓക്കെ. അറിയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഐ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ ഐ ബി. ബീറ്റനെ വിളിക്കുന്ന പേര് കറണ്ട് ഗെയിൻ ആണ്. ഐ ബി യൂഷ്വലി ഇൻപുട്ട് കറണ്ടും ഐ സി യൂഷ്വലി ഔട്ട്പുട്ട് കറണ്ട് ആയിട്ടാണ് നമ്മൾ പറയാറ്. ഓക്കെ. ഇനി ഇത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിലോ, മെഗാ, മില്ലി, മൈക്രോ അതൊക്കെ എന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് സഞ്ജന ഇത് എഴുതിയേക്കുന്ന ഇതിന്റെ പേരെന്താ? 1 k ohm ഈക്വൽ ടു 10⁻³ ohm എന്ന് പറയുന്നത് 1 kilo ohm is equal to 1000 ohm. 1000 ohm. ഓക്കെ. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ശ്രീനാഥ് 1 MA. അപ്പം എം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പം നിങ്ങളതിനെ മില്ലി ആംപിയർ എന്ന് പറയും. ദാറ്റ് ഇസ് 10⁻³ ആംപിയർ. ഓക്കെ. എ ബി 1 മൈക്രോ ആംപിയർ എന്ന് പറയുമ്പം 10⁻⁻6 ആംപിയർ ആണല്ലോ. അപ്പം ഈ 10⁻+6 വരുന്നത് ഏതാണ്? മില്ലി 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 ആംപിയർ ആണ്. മില്ലി ആണ് 10⁻³ മൈനസ് അല്ലാതെ പ്ലസ് വരണം എന്നുണ്ടെങ്കിൽ 10⁻+6. ഇത് എങ്ങനെയാ പറയുന്നത്? മൈക്രോ. മൈക്രോ എന്ന് പറയുമ്പോൾ കുറവല്ലേ? മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6. മെഗാ ഓർക്കുന്നുണ്ടോ? മെഗാ. ഓക്കെ. ഓക്കെ. അപ്പം നമ്മൾ മെഗാ ഓം ഈ ഇതും ഓർത്തിരിക്കുക. കാരണം പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ചിലപ്പം തരുന്നത്. അപ്പം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ മെഗാ ആണെങ്കിൽ 10⁻6 ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ ഫുള്ള് തെറ്റിപ്പോൾ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് യൂണിറ്റ്സിൻ്റെ കാര്യം കൂടി ഇവിടെ പറയുന്നത്. അപ്പം മെഗാ എന്ന് പറയുമ്പോൾ 10⁻6, സ്മോൾ എൻ ആണെങ്കിൽ നാനോ ആംപിയർ, അതായത് 10⁻⁻9. പി സ്മോൾ പി ആണെങ്കിൽ പിക്കോ ഫാരഡ്, പിക്കോ എന്ന് വെച്ചാൽ 10⁻⁻12. ഓക്കെ. അപ്പോൾ പിക്കോ സാധാരണ നമ്മൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ, ഫാരഡ് എന്ന് പറയുമ്പം കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. അത് നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല. ഓക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി പക്ഷേ അറിഞ്ഞിരിക്കണം. ഓക്കെ. ബാക്കി യൂണിറ്റ്സ്. ഇനി നിങ്ങൾ ബേസ്, കളക്ടർ, എമിറ്റർ, നിങ്ങളുടെ ട്രാൻസിസ്റ്ററിൽ കോമൺ ആയിട്ട് നിങ്ങൾ 2 വോൾട്ടേജസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒന്ന് വി സി ഇ. ഓക്കെ. വി സി ഇയും വി ബി ഇയും. അലീന, ഈ വി സി ഇ എന്ന് പറയുമ്പോഴത്തേനും ഏതിന് 2 പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും? കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വി സി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ ഈ രീതിയിൽ വി സി ഇ വി സി മൈനസ് വി ഇ. ഓക്കെ. ഓക്കെ. അപ്പം വി സി ഇ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ സി ആണ്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് സിയുടെ അവിടെ പ്ലസ് ഇട്ട്. ഇ എന്ന് പറയുന്ന രണ്ടാമത്തെ ലെറ്റർ ആണ്, അതുകൊണ്ടാണ് ഇയുടെ അവിടെ മൈനസ് ഇട്ട്. വി ബി ഇ അതുപോലെ തന്നെ ബേസിനും എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും. അപ്പം ബേസിൻ്റെ അവിടെ പ്ലസ് ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ ഇ ആയതുകൊണ്ട് എമിറ്ററിൻ്റെ അവിടെ മൈനസ്. ഓക്കെ. ഇനി ബേസും കളക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾ എടുക്കത്തില്ല. വി ബി സി എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ പ്രോബ്ലംസിൽ എങ്ങും യൂസ് ചെയ്യത്തില്ല.
അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ ആകപ്പാടെ VCEയും VBEയും മാത്രമേ എടുക്കത്തുള്ളൂ. അതിൽ VBEയുടെ വാല്യൂ 0.7 വോൾട്ട്. അതാണ് നിങ്ങൾ യൂഷ്വലി എടുക്കാറ് സിലിക്കണിൻ്റെ കേസിൽ, 0.7 വോൾട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് 3 ടെർമിനൽ ഉണ്ട്. 3 ടെർമിനലിൽ ഒരെണ്ണം കോമൺ ആയിട്ട് വെക്കണം, ഇൻപുട്ട് സൈഡിലോട്ടും ഔട്ട്പുട്ട് സൈഡിലോട്ടും. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, എമിറ്റർ കോമൺ ആയിട്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും യൂസ് ചെയ്യും. പിന്നെ ബേസ് ഇൻപുട്ട് ടെർമിനലായിട്ട് വരും, കളക്ടർ ഔട്ട്പുട്ട് ടെർമിനലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം കറണ്ടും വോൾട്ടേജും ഉണ്ട്. അപ്പോൾ ഈ കളക്ടർ ഔട്ട്പുട്ട് സൈഡ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ICയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VCE. ഓക്കെ, സിമിലർലി ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പോൾ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനും അക്രോസ് ആയിട്ട്, അപ്പോൾ VBE. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പം ഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ IC Y ആക്സിസിൽ കറണ്ട് ആയിരിക്കും, X ആക്സിസിൽ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ IC വേഴ്സസ് VCE എന്ന് പറയുന്നതായിരിക്കും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്. IB വേഴ്സസ് VBE ആയിരിക്കും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് IC വേഴ്സസ് VCE ആണ് ഔട്ട്പുട്ട് ക്യാര. അതിൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനിനെ വിളിക്കുന്ന പേരാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഓൺ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അതാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ലോഡ് ലൈനിന് തന്നെ നിങ്ങൾക്ക് DC ലോഡ് ലൈനും ഉണ്ട്, AC ലോഡ് ലൈനും ഉണ്ട്. ഓക്കെ, ഇപ്പം പേരിൽ തന്നെയുണ്ട് DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ only DC ബയസിങ് ഇസ് ഗിവൻ, അതായത് DC വോൾട്ടേജ് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അതിനെ DC ലോഡ് ലൈൻ എന്ന് വിളിക്കും. DCയുടെ കൂടെ തന്നെ AC വോൾട്ടേജും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ AC ലോഡ് ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ക്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഈ DC ലോഡ് ലൈന് ബേസ് കറണ്ടുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കാണും, അതിനെ ആ ക്യൂ പോയിന്റ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് നോക്കി പഠിച്ചാൽ മതി. ഇനി ക്യൂ പോയിന്റ് എപ്പോഴും ഈ ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലായിരിക്കണം. ഓക്കെ, അപ്പം സെൻറ്ററിൽ വേണമെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ക്യൂ പോയിന്റ് സെൻറ്ററിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, സപ്പോസ് ക്യൂ പോയിന്റ് നിങ്ങൾ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും. ഓക്കെ, ഒത്തിരി ഡീറ്റെയിൽഡ് പോകുന്നില്ല, ജസ്റ്റ് സമ്മറി പോലെ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്യൂ പോയിന്റ് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും, അതുകൊണ്ടാണ് നമ്മൾ ക്യൂ പോയിന്റ് എപ്പോഴും സെൻറ്ററിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ പോയിന്റ് നമ്മൾ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാൻ പാടില്ല. ഓക്കെ, അത് മാറാൻ പാടില്ല. ആ മാറാൻ പാടില്ല എന്ന് പറയുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് പിന്നെ മാറാൻ പാടില്ല, അതായത് സ്റ്റേബിളായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റേബിളായിട്ട് നിന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ദി ഔട്ട്പുട്ട് വേവ് ഫോം ആൻഡ് ഇറ്റ് വിൽ ഓൾസോ കോസ് തെർമൽ റൺ അവേ. അപ്പം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഈ തെർമൽ റൺ അവേ എന്ന് പറയുന്നത്. ഓക്കെ, ആഷിൽ ഹലോ മിസ്, തെർമൽ റൺ അവേ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? അത് മിസ് മറ്റേ ഈ ഹീറ്റ് കൂടുന്നതനുസരിച്ചുള്ളതല്ലേ മിസ്? കറക്റ്റ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ട്രാൻസിസ്റ്റർ ഡാമേജ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് കറക്റ്റാണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ തന്നെ ഓരോ ടേംസ് മനസ്സിലാക്കുക. അപ്പം തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിരിക്കും. റൺ അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡാമേജ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ IC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കളക്ടർ കറണ്ട് ആണ്. ICO എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറണ്ട് ആണ്.
ഓക്കെ, അത് ആ ഒരു ടേമും കൂടെ ഓർത്ത് വെച്ചേക്കാം, കളക്ടർ ലീക്കേജ് കറണ്ട്. ഓക്കെ, അപ്പം ഒരു ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ICO, ഓക്കെ, ICO ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ICO ഇൻക്രീസ് ചെയ്യും. പിന്നെ ICOയും ICയും തമ്മിലുള്ള ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പം ICO ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ICയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഹീറ്റിൻ്റെ അല്ലെങ്കിൽ പവർ ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I²R ആണ്. ഓക്കെ, അപ്പം ഈ ഔട്ട്പുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് I²R ലോസ്, ഓക്കെ, അതായത് പവർ ഡിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് വീണ്ടും ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് തെർമൽ റൺവേ. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ICO ഇൻക്രീസ് ചെയ്യും. ICO ഇൻക്രീസ് ചെയ്യുമ്പം കളക്ടർ കറണ്ട് ഇൻക്രീസ് ആവും, അത് കാരണം പവർ ഡിസിപ്പേഷൻ ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ പവർ ഡിസിപ്പേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ്, അതായത് ടെമ്പറേച്ചർ വീണ്ടും കൂടും, പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പം ഇറ്റ് വിൽ ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ. അതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനിയാണ് നമ്മൾ ഈ സ്റ്റെബിലിറ്റി എത്രത്തോളം സ്റ്റേബിൾ ആണ്, അപ്പോൾ ആ സ്റ്റേബിൾ ആകാനായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ക്യൂ പോയിന്റ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്യൂ പോയിന്റ് നിങ്ങൾ പ്രോബ്ലത്തിലൊക്കെ ചെയ്യുമ്പം ഫൈൻഡ് ക്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഈ ക്യൂ നമ്മൾ വരച്ചിരിക്കുന്നത് IC വേഴ്സസ് VCE ഗ്രാഫിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ IC വാല്യൂം കാണും, ഒരു പർട്ടിക്കുലർ VCE വാല്യൂം കാണും. ഓക്കെ, അപ്പോൾ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസിൽ ഫൈൻഡ് ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് IC ആൻഡ് VCE, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ക്യൂ പോയിന്റ് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും: ബീറ്റ, VBE, ICO. ഓക്കെ, അപ്പം ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ, ICO എന്ന് പറഞ്ഞാൽ കളക്ടർ ലീക്കേജ് കറണ്ട്, VBE എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, അപ്പം ഒരു മെഷർമെൻറ്റ് കിട്ടാനായിട്ട്, സ്റ്റെബിലിറ്റിയുടെ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ടേമിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി എത്രത്തോളം ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആണ് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ സിമ്പിൾ ഡെഫിനിഷനാണ്. അപ്പം നമ്മൾ പറഞ്ഞ് IC അതിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. IC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് IC വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഈ 3 ബീറ്റ, VBE, ICO. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 3 സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. S ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് IC എന്ന് പറയുമ്പം DIC വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ബീറ്റ, VBE, ICO, ഇതിലേതെങ്കിലും ഓരോന്ന് വെച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ICO ആണ്. ഓക്കെ, അപ്പോൾ S ഇസ് ഈക്വൽ ടു DIC ബൈ DICO വെൻ ബാക്കി 2 കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ S ഇസ് ഈക്വൽ ടു DIC ബൈ DICO. അടുത്ത സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പം ICO മാറി പിന്നെ ഉള്ളത് VBE കൺസിഡർ ചെയ്യാം. ഓക്കെ, DIC ബൈ DVBE. ഇപ്പോൾ VBE എഴുതുമ്പം ബാക്കി 2 കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം, അതായത് ബീറ്റയും ICOയും. പിന്നെ ബാക്കിയുള്ളത് VBE കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ബീറ്റയാണ്. അപ്പോൾ S" ഈക്വൽ ടു DIC ബൈ D ബീറ്റ, ബാക്കി 2 കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പം തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് 3 സ്റ്റെബിലിറ്റി ഫാക്ടർ കാണും, പക്ഷെ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പർട്ടിക്കുലർ സ്റ്റെബിലിറ്റി ഫാക്ടർ വെച്ചിട്ടായിരിക്കും. ICO മാറുന്നതനുസരിച്ച് ICയിലുള്ള വേരിയേഷൻ. ലിയാൻ, നമുക്ക് ഈ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരേണ്ടതെന്ന് പറയാമോ? എന്ന് വെച്ചാൽ കുറവാണോ വരേണ്ടത്, കൂടുതലാണോ വേണ്ടത്? എബി, ഈ ചേഞ്ച് ഓഫ് IC ആണല്ലോ ന്യൂമറേറ്ററിലുള്ളത്.
ഈ എസിന്റെ വാല്യൂ കൂടുതൽ വേണോ കുറവ് വേണോ? കുറവല്ലേ? കുറവ് വേണം. എന്തുകൊണ്ടാ? കുറവല്ല. ഇക്വേഷൻ നോക്കിയിട്ടും സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴും എന്താ ഉദ്ദേശിക്കുന്നത്? DIC എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് IC. ഓക്കെ. അപ്പം ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ICയുടെ വാല്യൂ ഫിക്സ്ഡ് ആയിട്ടിരിക്കണോ മാറണോ? ക്യൂ പോയിന്റ് സെയിം ആയിരിക്കുമ്പോ ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് ആയിരിക്കണം അല്ലേ? അപ്പൊ IC എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കണം, അതായത് മാറാൻ പാടില്ല. അതായത് ചേഞ്ച് ഇൻ IC 0 ആവേണ്ട അല്ലേ? ഓക്കെ. അപ്പം DIC എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ IC ആണ്. അപ്പൊ അത് കുറവാണെങ്കിലാണ് സ്റ്റെബിലിറ്റി നല്ലതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ കറക്റ്റ്. അപ്പൊ നമുക്ക് S is equal to DIC. അപ്പൊ ന്യൂമറേറ്ററിൽ ചേഞ്ച് ഇൻ IC എന്ന് എഴുതേക്കുന്നത്. അപ്പൊ നമുക്ക് IC ഒരിക്കലും മാറാൻ പാടില്ല എന്നാണ് നമ്മൾ തിയറി പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എസിന്റെ വാല്യൂ എപ്പോഴും കുറവ് വേണം. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കണം. കാരണം നിങ്ങൾ പല ഫിക്സ്ഡ് ബയസ്, വോൾട്ടേജ് ഡിവൈഡർ ബയസ് എന്ന് പറഞ്ഞൊക്കെ ഇനി പഠിക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റും കൂടി അറിഞ്ഞിരിക്കണം. ഇനി ഇതാണ് നിങ്ങൾക്ക് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ്, സ്റ്റെബിലിറ്റി ഫാക്ടറും അതിൻ്റെ ഡെറിവേഷനും എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ജനറൽ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ, എന്നിട്ട് വേണം നമുക്ക് ഡിഫറെൻറ്റ് ഫിക്സ്ഡ് ബയസ്, കളക്ടർ ടു ബേസ് ബയസ്, വോൾട്ടേജ് ഡിവൈഡർ ബയസ്, ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾ എസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. അതാണ് നമുക്കിനി പ്രോബ്ലത്തിലും ചെയ്യാനുണ്ട്. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എസിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഡെഫിനിഷൻ അനുസരിച്ച് ഈ ഇക്വേഷൻ. അപ്പോൾ S is equal to DIC by DICO when beta and BB is remaining constant. അപ്പോൾ ഡെറിവേറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം നമുക്ക് ഈ രണ്ട് ടേമും കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതുക. ICയും ICOയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ. അത് നമുക്കറിയാം, IC ഈക്വൽ ടു ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICO. ഓക്കെ. നമുക്ക് വേണ്ടത് DIC ബൈ DICO ആണ്. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു IC. ഇവിടെ നമ്മൾ IC കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ICO കൊണ്ടല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിലാണ് ICO എങ്കിലും നമ്മൾ IC കൊണ്ടായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ IBനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ DIB ബൈ DIC എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. ഓക്കെ. ICO വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ IC കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ലെഫ്റ്റിൽ 1 വരും, ബീറ്റ DIB ബൈ DIC പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു DICO ബൈ DIC. ഓക്കെ. അലീന, ഈ DICO ബൈ DIC എന്ന് പറയുന്നത് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും? എസ് ആണോ അതോ DICO ബൈ DIC? 1/s. ഓക്കെ ഓക്കെ. അപ്പം നമുക്കിത് നേരെ തിരിച്ചാണ് വരുന്നത്. ഓക്കെ. അപ്പം ICO ആണ് ന്യൂമറേറ്ററിൽ, IC ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 1/s ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 1 മൈനസ് ബീറ്റ എന്ന് വരും. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എസിനെ ന്യൂമറേറ്ററിലോട്ട് എടുത്തു, ഈ ഫുൾ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡിനോമിനേറ്ററിലോട്ട് പോകുമ്പം ഇതാണ് നിങ്ങളുടെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ. അപ്പം നിങ്ങളുടെ ഓരോ സർക്യൂട്ടും എടുക്കുമ്പോഴത്തേനും നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് അറിയണം. ഓക്കെ. S is equal to 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായിരിക്കണം. ഓക്കെ. 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. ഇനിയാണ് നിങ്ങൾ ഈ ഓരോ സർക്യൂട്ടിലോട്ടും കയറാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ബയസ് അല്ലെങ്കിൽ ബേസ് ബയസ് സർക്യൂട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഓരോ സർക്യൂട്ടിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങൾ തിയറി പഠിക്കുമ്പം സർക്യൂട്ട് ബൈ ഹാർട്ടായിരിക്കണം. ഓക്കെ. സർക്യൂട്ട് ബൈ ഹാർട്ടായിരിക്കണം. പിന്നെ ഈ
സർക്യൂട്ടിൽ അവസാനം വരുന്ന എസിൻ്റെ ഇക്വേഷനും ബൈഹാർട്ട് ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മതി. ഇടയ്ക്കുള്ള ഇക്വേഷൻസ് നിങ്ങൾ സർക്യൂട്ടിൽ നിന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, KVL വെച്ചിട്ട് അല്ലെങ്കിൽ ഓംസ് ലോ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് സർക്യൂട്ട് പഠിച്ചാലും ഏത് ബയസിങ് സർക്യൂട്ട് എടുത്താലും അതിൻ്റെ അകത്തെ സർക്യൂട്ട് പിന്നെ ഫൈനലായിട്ട് കിട്ടുന്ന എസിൻ്റെ ഇക്വേഷൻ അത് രണ്ടും അറിയണം. ഓക്കെ, ഇപ്പോൾ ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ബേസ് ബയസ് സർക്യൂട്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ NPN ട്രാൻസിസ്റ്റർ ആണിത്. അതിലേക്ക് ബേസിലേക്ക് ഒരു റെസിസ്റ്റർ RB, കളക്ടറിലേക്ക് RC, പിന്നെ ഒരു സപ്ലൈ വോൾട്ടേജ് VCC. ഓക്കെ, പിന്നെ 3 കറണ്ടും മാർക്ക് ചെയ്യുക. IE എന്ന് പറയുന്ന പുറത്തോട്ട്, അപ്പോൾ ICയും IBയും അകത്തോട്ട്. ഇതാണ് ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ജലി ആഷുല് ഹലോ മിസ്. ഇതിൽ KVL അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. എന്ന് വെച്ചാൽ ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാമോ? അത് എഴുതാൻ എങ്ങനെയാണോ? ആ വെയിറ്റ് കേട്ടോ. ഇതിനകത്ത് VCC പ്ലസ് ഹലോ കേൾക്കാനുണ്ടോ മിസ്? കേൾക്കാം. VCC ഇത് അല്ലെങ്കിൽ VCC ഈക്വൽ ടു IBRB പ്ലസ് VBE. IBRB പ്ലസ് VB. ഓക്കെ, കറക്റ്റ്. അപ്പം നിങ്ങളുടെ KVL എഴുതാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഓക്കെ ആഷ്ലി, KVL എഴുതാനായിട്ട് ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുമ്പം ബേസിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ KVL എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ സാധാരണ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ KVL എഴുതാനായിട്ട് ഇതെങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായി എന്നൊക്കെ ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ സൈന് VCCയുടെ സൈന് കറക്റ്റായിട്ട് എഴുതണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ VCCനെ ഒരു ബാറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് KVL എഴുതുമ്പോൾ തെറ്റ് വരത്തില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അതല്ല നിങ്ങൾ KVL എഴുതുമ്പോൾ തെറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ VCCയുടെ അവിടെ ബാറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അതായത് പ്ലസ് VCC എന്ന് മാർക്ക് ചെയ്യുന്ന പോയിന്റും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ട് പ്ലസ് എന്ന് പറയുമ്പം പ്ലസ്, ഗ്രൗണ്ടിൻ്റെ അവിടെ ഈ നെഗറ്റീവ് ടെർമിനൽ ഇങ്ങനെ VCC കൊടുക്കാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ KVL എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് KVL അപ്ലൈ ചെയ്യാം. ഓക്കെ, തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതുമ്പം ഇത് മൈനസ്, ഇത് പ്ലസ്, ഇവിടെ കറണ്ട് മുകളിൽ താഴോട്ട് പോകുമ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, പിന്നെ ബേസിന് എമിറ്ററിന് അക്രോസ് ആയിട്ട് നിങ്ങളത് എഴുതാൻ മറക്കരുത് VBE. അപ്പോൾ ഈ VBE എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ KVL എഴുതുമ്പം ഈ VBE വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ KVL മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അല്ലാതെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ സൈൻ കാണുന്നത് മൈനസ് ആണ്. അപ്പം മൈനസ് VCC, ഇവിടെ വരുമ്പോൾ ആദ്യത്തെ സൈൻ കാണുന്ന പ്ലസ് ആ, അപ്പോൾ പ്ലസ് IBRB, പിന്നെ ആദ്യത്തെ സൈൻ കാണുന്നത് ഇവിടെ വരുമ്പം പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് VBE, പിന്നെ ലൂപ്പ് കംപ്ലീറ്റ് ആയി, അപ്പോൾ ലൂപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി, അപ്പോൾ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ആഷ്വൽ പറഞ്ഞ്. അപ്പം ഒന്നുകിൽ ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ VCCനെ ഒരു ബാറ്ററി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, എന്നിട്ട് KVL എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എളുപ്പത്തിന് വേണ്ടി റീപ്ലേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് KVL എഴുതുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് എഴുതുക. അപ്പം VBE എഴുതാനായിട്ട് മറക്കരുത്.
ഇനി നമ്മൾ എസിൻ്റെ ഇക്വേഷൻ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ എസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടി, എസ് ഇസ് ഈക്വൽ ടു 1 + β/1 - β dIB/dIC. ഈ ഇക്വേഷനിൽ ഈ ഒരു ടേമിനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. dIB/dIC. അത് ഈ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ബയസിങ് സർക്യൂട്ടിലും ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ IBക്ക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, സർക്യൂട്ട് നോക്കിയിട്ട് IBക്ക് ഇക്വേഷൻ എഴുതണം. IB ഉള്ള ബ്രാഞ്ച് എടുത്തിട്ട് ഇക്വേഷൻ എഴുതുക. അതുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ നിന്ന് IBക്ക് എഴുതുക. അപ്പം IB ഈക്വൽ ടു VCC മൈനസ് VBE/RB. ഓക്കെ, എബി ഇവിടെ dIB/dIC ചെയ്യുമ്പോഴത്തേന് എന്ത് വാല്യൂ വരുമായിരിക്കും? എബി ഉണ്ടോ? അതെ. dIB/dIC ചെയ്യുമ്പോൾ എന്ത് വാല്യൂ വരുമായിരിക്കും? ഓക്കെ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസ് IC ഉണ്ടോ? ഓക്കെ, IB ഈക്വൽ ടു VCC മൈനസ് VBE/RB. ഇതിൻ്റെ അകത്ത് VCC എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, VBE എന്ന് പറയുന്ന 0.7 ഒരു കോൺസ്റ്റന്റ് ആണ്, RB എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ ICയുടെ ഒരു ടേം ഇല്ല, ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇതിനെ IC കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം വാല്യൂ എന്തായിരിക്കും വരുന്നത്? സീറോ. ഓക്കെ. നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. IBയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ വരും. dIB/dIC എന്ന് പറയുന്നത് സീറോ. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dIB/dIC എന്ന് പറഞ്ഞാൽ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1 - β × 0, അതായത് S is equal to 1 + β. ഓക്കെ, അത് മാത്രമേ ബാക്കി വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിക്സ്ഡ് ബയസ്. ഫിക്സ്ഡ് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഈ IBയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഫിക്സ്ഡ് ബയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി S ഈക്വൽ ടു 1 + β. ബീറ്റ എന്ന് പറയുന്ന കറണ്ട് ഗെയിൻ ആണ്. അത് നിങ്ങൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുമ്പോൾ യൂഷ്വലി 100 എന്ന് പറഞ്ഞാണ് വാല്യൂ നിങ്ങൾ കണ്ടിട്ടുള്ളത്, ബീറ്റയുടെ വാല്യൂ. അപ്പോൾ ഈ എസിൻ്റെ വാല്യൂ 1 + 100 ഇപ്പോൾ ഒരു വലിയൊരു വാല്യൂ ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റെബിലിറ്റി ഫാക്ടർ S എന്ന് പറയുന്നത് കുറവായിരിക്കണം, എന്നാൽ IC മാറാതിരിക്കത്തുള്ളൂ. IC ഫിക്സ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ കുറവായിരിക്കണം, പക്ഷെ ഇവിടെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് ഇസ് റെയർലി യൂസ്ഡ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ അലീന, ഇതിൽ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VCEക്ക് ഇക്വേഷൻ എഴുതാനാണ്. അപ്പൊ ഈ സർക്യൂട്ട് നോക്കിയിട്ട് VCE എന്ന് പറയുന്നത് എവിടെ ഞാൻ വരയ്ക്കണ്ടേ? കളക്ടറിനും എമിറ്ററിന്റെ അവിടെ. ഓക്കെ, കളക്ടറിനും എമിറ്ററിനും ഇവിടെ. ഓക്കെ, ഇനി VCEക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പം KVL എവിടെ അപ്ലൈ ചെയ്യണം? ആ ലൂപ്പിലല്ലേ? ഓക്കെ, അപ്പം VCCയും ഈ RC VC ഇതായിരിക്കും അല്ലേ ലൂപ്പ്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ KVL അപ്ലൈ ചെയ്തിട്ട് പറയാമോ ഇക്വേഷൻ എന്താ വരുന്നതെന്ന്? VCE equal to ICRB. VCE equal to ICRB. ഈ റെസിസ്റ്റൻസ് ആണോ?
അത് RC. ആർ സി. ഓക്കെ, ഐ സി ആർ സി. മൈനസ് ആണോ പ്ലസ് ആണോ VCC? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് മനസ്സിലായിരുന്നു. ഇങ്ങനെ എഴുതുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫുള്ള് സൈൻ തെറ്റിപ്പോയിരിക്കുക. മനസ്സിലായോ? VCE ഈക്വൽ ടു ICRC എന്ന് എഴുതുമ്പോൾ സൈൻ ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട് ഈ KVL എഴുതിയപ്പം. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അഞ്ജലി, മിസ് KVL പറയാവോ? ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞ മെത്തേഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നേരത്തെ മനസ്സിലായി. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക, എന്നിട്ട് ആദ്യമേ കാണുന്ന സൈന് അതിടുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡയറക്ഷൻ പോവാം. ആദ്യമേ കാണുന്ന സൈൻ ഏതാ? മൈനസ് VCC. ഇവിടെ എത്തി. ഈ VCC ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ റെസിസ്റ്റൻസ് എത്തി. ഈ റെസിസ്റ്റൻസിന്റെ പ്ലസും മൈനസും എവിടെ ആയിരിക്കും? മൈനസ് മേളിൽ മൈനസ് അല്ല പ്ലസ് മൈനസ്. പ്ലസ്, കാരണം കറണ്ട് മേളിന്ന് താഴോട്ടാ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ മേളില് പ്ലസ്, താഴെ മൈനസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കന്നു, ഇവിടെ എത്തി. ഇവിടെ ആദ്യമേ കാണുന്ന സൈന് പ്ലസ്. ഓക്കെ, പ്ലസ് ICRC. പ്ലസ് ICRC. പിന്നെ അടുത്തത് മൈനസ് VCE. ആദ്യത്തെ സൈൻ പ്ലസ് ആണ്, അപ്പൊ പ്ലസ് VCE. ഓക്കെ, അപ്പൊ ഇത് ഇവിടം വരെ എത്തി. ഇനി എന്താ ഈക്വൽ ടു 0. കറക്റ്റ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തി, അതായത് ലൂപ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ ഈക്വൽ ടു 0 എന്ന് ഇടുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് KVL എഴുതുകയാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ ബെറ്റർ ഈ VCCക്ക് പകരം ഒരു ബാറ്ററി മാർക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാത്തിൻ്റെയും പ്ലസും മൈനസും മാർക്ക് ചെയ്യുക. ഇപ്പൊ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു അതനുസരിച്ച് പ്ലസും മൈനസും മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക. ആദ്യമേ കാണുന്ന സൈൻ എന്താണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ KVL തെറ്റിപ്പോകത്തില്ല. കാരണം നിങ്ങൾ പ്രോബ്ലംസിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ KVL അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് KVL ഒരിക്കലും തെറ്റിക്കല്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് VCEയുടെ ഇക്വേഷൻ നിങ്ങൾ KVL യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അത് തിയറിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു KTU ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടായിരുന്നു VCEയുടെ ഇക്വേഷൻ എഴുതാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ബയസ് കഴിഞ്ഞു. അടുത്തത് കളക്ടർ ടു ബേസ് ബയസ്. ഓക്കെ, അപ്പൊ കളക്ടർ ടു ബേസ് ബയസ് എന്ന് പറയുമ്പോഴത്തേനും ഇതാണ് സർക്യൂട്ട്. അപ്പം ഞാൻ പറഞ്ഞു സർക്യൂട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. ഫൈനൽ ഇക്വേഷൻ, അപ്പോൾ ഫിക്സ്ഡ് ബയസിൽ നിങ്ങളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് S = 1 + ബീറ്റയും ഈ സർക്യൂട്ടും ബൈ ഹാർട്ട് ആയിരിക്കണം. ഈ സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് KVL വെച്ച് ഇക്വേഷൻ എഴുതാം. ഇനി അടുത്തത് കളക്ടർ ടു ബേസ് ബയസ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് കളക്ടർ ടു ബേസ്. ഇതാണ് കളക്ടർ, ഇത് ബേസ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു റെസിസ്റ്റൻസ് വെക്കണം, RB. ഓക്കെ, അതാണ് കളക്ടർ ടു ബേസ് ബയസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ KVL എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ഈ VCCനെ ഒരു ബാറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, റീപ്ലേസ് VCC വിത്ത് ബാറ്ററി ഫോർ റൈറ്റിംഗ് KVL എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ VCC പ്ലസ് VCC എന്ന് പറയുന്നത് ഇവിടെ ഗ്രൗണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ VCC എന്ന് പറഞ്ഞൊരു ബാറ്ററി വെക്കാം. ഓക്കെ, KVL എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC, ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IB. ആഷല്, അപ്പൊ RC കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും എന്ന് പറയാമോ? IB + IC ആണോ? IB + IC. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ KCL ആണ്. ഓക്കെ, KCL അല്ലെങ്കിൽ അല്ലാതെ തന്നെ കോമൺ സെൻസ് വെച്ച് നോക്കാനാണെങ്കിലും ഇത് IB. ഓക്കെ, IB എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ IB ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് IC ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കറണ്ടിന്റെ സമ്മായിരിക്കും
ആർ സി കൂടെ വരുന്നത്. അപ്പോൾ ഐ ബി പ്ലസ് ഐ സി ഇവിടെ വരെ വന്നു, ഐ ബി ഇങ്ങോട്ട് പോയി, ഐ സി ഇങ്ങോട്ട് പോയി. അപ്പോൾ ഈ കറണ്ട് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇത് ചിലപ്പോൾ തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അറിയാതെ ആർ സിയുടെ അവിടെ ഐ സി എന്ന് മാർക്ക് ചെയ്യും, അത് തെറ്റിപ്പോകരുത്. ഓക്കെ. അപ്പോൾ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ കളക്ടറിൻ്റെ പോയിന്റിലായിരിക്കും ഐ സി വരുന്നത്. ബേസ് എന്ന് പറയുന്ന പോയിന്റിലാണ് ബേസ് കറണ്ട് വരുന്നത്. ആർ സി എന്ന് പറയുന്നത് ഐ ബി പ്ലസ് ഐ സി ആയിരിക്കും കറണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എസ് ഇസ് ഈക്വൽ ടു 1 + β/1 - β ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി ആണ്. ഓക്കെ. അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് ഡി ഐ ബി ബൈ ഡി ഐ സി ആണ് വേണ്ടത്. അതായത് ഐ ബിക്ക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, ഐ ബിക്ക് ഇക്വേഷൻ എഴുതണം. അപ്പം ഐ ബിക്ക് ഇക്വേഷൻ എഴുതുമ്പം അലീന ഐ ബിക്ക് ഇക്വേഷൻ എഴുതുമ്പം നമ്മൾ കെ വി എൽ പറയാൻ പറ്റുമോ? IB ആ, നമ്മൾ കെ വി എൽ എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പൊ ഐ ബി ഉള്ള റെസിസ്റ്റൻസ് ഏതാണ്? RB. ആർ ബി. ഓക്കെ, അപ്പൊ ആർ ബി ഉള്ള ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രിഫറബിളി ഓക്കെ പെട്ടെന്ന് നോക്കുമ്പോഴേ നമുക്ക് ഏറ്റവും ചെറിയ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതാ. ഓക്കെ, പക്ഷേ ഈ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ 2 പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് വരുമെന്ന് പറയാവോ? ഇതും ഇതും വി ബി സി. നമുക്ക് വി ബി സിയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതായത് വി ബി ഇയും അറിയാം, വി സി ഇയും അറിയാം. അപ്പം ഒരു കാരണവശാലും നമ്മൾ ഈ ലൂപ്പ് എടുക്കത്തില്ല, കാരണം വി ബി സി എന്ന് പറയുന്നത് നമ്മൾ എങ്ങും ഉപയോഗിക്കത്തില്ല, അറിയത്തുമില്ല. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പം നമുക്ക് ഈ ലൂപ്പ് പറ്റത്തില്ല. പിന്നെ എടുക്കുന്ന ലൂപ്പാണ് വലുത്. ഈ ബാറ്ററിയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കെ വി എൽ പറയാമോ? പ്ലസ് VCC. ഓക്കെ, ഞാൻ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാണോ? ഓക്കെ, അങ്ങനെ ആകുമ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇങ്ങനെ പോകാനാണോ? ഓക്കെ, അപ്പൊ ആദ്യമേ കാണുന്ന സൈൻ ഏതാ? മൈനസ്. ഓക്കെ, അപ്പം മൈനസ് VCC. ഇവിടെ എത്തി. IB plus IC into RC. ഓക്കെ, പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. ഓക്കെ, അപ്പം കറണ്ട് മുകളിൽ നിന്ന് താഴോട്ടായതുകൊണ്ട് പ്ലസ് വരും. അപ്പം പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി. ഓക്കെ, പിന്നെ പ്ലസ് IB RB. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോഴത്തേനും പ്ലസ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ. അപ്പം പ്ലസ് ഐ ബി ഇൻറ്റു ആർ ബി. പിന്നെ ഇവിടെ എത്തി. പ്ലസ് VBE. പ്ലസ് വി ബി ഇ ഈക്വൽ ടു 0. കറക്റ്റ്. ഓക്കെ അലീന, അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ പ്ലസും മൈനസും ഇടാൻ മറക്കരുത്. കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് പ്ലസ്, ഇറങ്ങി പോകുന്നിടത്ത് മൈനസ്, ആ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മൾ കെ വി എൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഐ ബിയുടെ ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഐ ബിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ 2 ഐ ബി ഉണ്ട്. അപ്പോൾ ഈ 2 ഐ ബിയും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ ഐ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പോൾ ഐ ബി ഈക്വൽ ടു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ വി സി സി മൈനസ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി അഞ്ജലി, ഇവിടെ നമുക്ക് ഡി ഐ ബി ബൈ ഡി ഐ സി വേണം. അതെന്ത് വരുമായിരിക്കും? ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഡി ഐ ബി ബൈ ഡി ഐ സി. ഐ സി ഉള്ള ടേം ഉണ്ടോ റൈറ്റ് ഹാൻഡ് സൈഡിൽ? ഉണ്ട്. ഓക്കെ, മൈനസ് മൈനസ് ഐ സി ആർ സി
ബൈ ആർ ബി പ്ലസ് ആർ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വി സി സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വി സി സി ഐ സി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ആഞ്ജലി അറിയില്ല മിസ്. ആ ഓക്കെ. വി സി സി എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ്. അതിപ്പോൾ 12 വോൾട്ട്, അത് ഫിക്സ്ഡ് ആയിരിക്കും. ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫിക്സ്ഡ്. പിന്നെ വി ബി ഇ എന്ന് പറയുന്ന 0.7 വോൾട്ട്, അത് ട്രാൻസിസ്റ്ററിന്റെ കേസിൽ അതും ഫിക്സ്ഡ്. അപ്പോൾ യൂഷ്വലി വി സി സിയും വി ബി ഇയും ഫിക്സ്ഡ് കോൺസ്റ്റന്റ്. അപ്പം അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ ആഷില്. പിന്നെ ഉള്ളത് ഐ സി ഇവിടെ ഉണ്ട്. അപ്പൊ ഡി ഐ ബി ബൈ ഡി ഐ സി ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരുന്നത്? ഡി ഐ ബി ബൈ ഡി ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി 1 ആണോ? അതെന്തുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞത്? അതല്ല, ഏതാ ഡി ഐ ബി ബൈ ഐ സി. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഐ സി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐ സി ആർ സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആർ സി വരും. ആർ സി വരും. ഡിനോമിനേറ്ററിൽ പക്ഷെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഡിനോമിനേറ്ററിൽ ഈ ആർ ബിയും ആർ സിയും കോൺസ്റ്റന്റ് ആണോ? ആർ ബി ആർ സിയും കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കുഴപ്പമില്ല. ഓക്കെ ആശ്ലി. അപ്പം ചെറിയൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ, ഞാൻ പണ്ട് പഠിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഈ ഇക്വേഷൻ ഇപ്പം സപ്പോസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ബി സി സി ബൈ ആർ ബി പ്ലസ് ആർ സി മൈനസ് വി ബി ഇ ബൈ ആർ ബി പ്ലസ് ആർ സി മൈനസ് ഐ സി ആർ സി ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ സി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സിയുടെ കോയിഫിഷ്യന്റ് എന്തായിട്ട് വരുമായിരിക്കും ആഷില്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ സിയുടെ കോയിഫിഷ്യന്റ് അപ്പോൾ ആർ സി ബൈ ആർ ബി പ്ലസ് ആർ സി വരും. കറക്റ്റ്. ഓക്കെ ആശ്ലി. അപ്പം നമുക്ക് ഇവിടെ ഈ ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്റർ, അതായത് എല്ലാ ടേമിനും ഈ ആർ ബി പ്ലസ് ആർ സി ബാധകമാണ്. ഓക്കെ, അപ്പം ഈ ഐ സിയുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പം മൈനസ് ആർ സി ബൈ ആർ ബി പ്ലസ് ആർ സി എന്ന് വരും. അപ്പം ഇതും ചെറുതായിട്ട് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. ഓക്കെ, ആർ സി മൈനസ് ആർ സി എന്ന് മാത്രമല്ല, മൈനസ് ആർ സി ബൈ ആർ ബി പ്ലസ് ആർ സി എന്നും കൂടി വരും. ഓക്കെ, എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഐ ബി ബൈ ഡി ഐ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഈ ഡി ഐ ബി ബൈ ഡി ഐ സിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 1 പ്ലസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ആർ സി ബൈ ആർ ബി പ്ലസ് ആർ സി. ഓക്കെ, അപ്പം നമ്മുടെ ഫിക്സ്ഡ് ബയസിൻ്റെ കേസിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ആയിരുന്നു. ഓക്കെ, ഇവിടെ കളക്ടർ ടു ബേസ് ബയസ് വരുമ്പം 1 പ്ലസ് ബീറ്റ ബൈ, ഇപ്പോൾ ഒരു ഡിനോമിനേറ്ററിൽ ഒരു ടേമും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ബീറ്റ കൂടാതെ ഡിനോമിനേറ്ററിൽ ഒരു ടേമും കൂടി വരുന്നുണ്ട്. അപ്പോൾ 1 പ്ലസ് എന്ന് പറയുമ്പം ഡിനോമിനേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എനി നമ്പർ ഡിവൈഡഡ് ബൈ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോഴത്തേനും ഈ ഫുള്ളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ഈ എസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ 1 പ്ലസ് ബീറ്റ. അപ്പം നമുക്കറിയാം എസ് എന്ന് പറഞ്ഞ സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും കുറവാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഈ ഡിനോമിനേറ്ററിൽ ഈ ടേം വരുന്നത് കൊണ്ട് എസിൻ്റെ വാല്യൂ കുറവാണ്. സോ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തത് വരുന്നത് ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കയറാം. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ട് പ്രോബ്ലത്തിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് എന്ന് പറയുമ്പം 2 റെസിസ്റ്റൻസ് സീരീസിൽ വരും. R1 R2 സീരീസിൽ, അത് ബേസിൻ്റെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടും ബൈഹാർട്ട് ആയിരിക്കണം. ഇനി ബാക്കിയുള്ള സർക്യൂട്ടിലൊന്നും നേരത്തെ പഠിച്ച 2 സർക്യൂട്ട്, കളക്ടർ ടു ബേസ് ബയസും
ഫിക്സ്ഡ് ബയസ് സർക്യൂട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എമിറ്ററിൻ്റെ അവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, ഡയറക്റ്റ് ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, എമിറ്റർ ഡയറക്റ്റ്ലി ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കളക്ടർ ടു ബേസ് ബയസിലും എമിറ്റർ ഡയറക്റ്റ്ലി ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ വോൾട്ടേജ് ഡിവൈഡർ ബയസിൽ അങ്ങനെ ആയിരിക്കത്തില്ല, എല്ലായിടത്തും റെസിസ്റ്റൻസ് കാണും. ഓക്കെ, അപ്പോൾ എമിറ്ററിൻ്റെ അവിടെയും ഒരു റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എമിറ്റർ റെസിസ്റ്റൻസ് RE ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് IC, IB, IE ഇതാണ് കറണ്ട്. ഓക്കെ, ആൽഡ്രസൻ ഇവിടെ ഈ IB കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ R1 R2 കൂടിയുള്ള കറണ്ട് എത്ര എന്നുള്ളത് പറയാൻ പറ്റുമായിരിക്കുമോ? നമുക്ക് വേണ്ടത് എസിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, S is equal to 1 plus beta by 1 minus beta into DIB by DIC. ഓക്കെ, അപ്പോൾ IBയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതണം. അപ്പോൾ IB ഏതെങ്കിലും റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഈ കറണ്ട് -IB എന്ന് പറയുന്നതാണ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പം ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ R1 കൂടെയും R2 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ബേസ് കറണ്ട് IB എന്ന് പറയുന്ന കറണ്ട് അല്ല ഈ രണ്ടെണ്ണത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൽ തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ R1 R2 മാറ്റിയിട്ട് ഒരു തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പം തെവെനിൻ വോൾട്ടേജ് VT എന്ന് പറയുന്നത് VCC ഇൻറ്റു ഈ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R2 അക്രോസ് വരുന്ന വോൾട്ടേജ്. അപ്പോൾ ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് VCC ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 ആണ് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഓക്കെ, ഇനി അടുത്തത് RT. ഓക്കെ, RT എന്ന് പറയുന്നത് തെവെനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ തെവെനിൻ സർക്യൂട്ട് നിങ്ങൾ എവിടെ സർക്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ RTയുടെ വാല്യൂ എന്ന് പറയുന്നത് R1 പാരലൽ R2, അതായത് R1 R2 ബൈ R1 പ്ലസ് R2, ഇതായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും അറിയണം. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. VTയുടെ ഇക്വേഷൻ VCC ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2, RT ഈക്വൽ ടു R1 പാരലൽ R2, അതായത് R1 R2 ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇനി KVL എഴുതാം. ഓക്കെ, ബേസ് കറണ്ട് ഉള്ള ഇക്വേഷനും വെച്ചിട്ട് KVL എഴുതാൻ പറ്റും. അഞ്ജലി, ഈ ബേസ് കറണ്ട് ഉള്ള ലൂപ്പ് എന്ന് പറയുന്നത് ഈ ലൂപ്പാണല്ലോ. ഓക്കെ, ഇവിടുത്തെ KVL എന്ന് പറയാൻ പറ്റുമോ? -VT പ്ലസ് VBRT IBRT അല്ലേ? IBRT പ്ലസ് അല്ല മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് പ്ലസ് VBE മൈനസ് IERE ഈക്വൽ ടു 0. ഇവിടെ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്ന മേളിൽ താഴോട്ടല്ലേ? -IERE. ഇവിടത്തെ പ്ലസും മൈനസും എങ്ങനെയായിരിക്കും വരുന്നത്? REക്ക് അക്രോസ് ഉള്ള പ്ലസും മൈനസും. ഈ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് VBയുടെ പ്ലസ് മൈനസും ആണ്. ഇത് VBയുടെ പ്ലസ് മൈനസ്. IE ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴുള്ള പ്ലസ് മൈനസ് ഞാൻ ഇട്ടിട്ടില്ല. IE മേളിന്ന് താഴോട്ടാ ഫ്ലോ ചെയ്യുന്നത് അല്ലേ? മൈനസ് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്? അപ്പൊ കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ. അപ്പം ഇതാണ് കൂടിയ വോൾട്ടേജ്, ഇത് കുറവുള്ള വോൾട്ടേജ് അല്ലെ? കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് പ്ലസ്, ഇറങ്ങുന്നിടത്ത് മൈനസ്. ഇവിടെ അങ്ങനെ പറയാം. കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ്. സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് പ്ലസ്, ഇറങ്ങുന്നിടത്ത് മൈനസ്.
ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പം ഇതിന്റെ സൈൻ എന്തായിരിക്കും? plus IERE. ഓക്കെ, ആ ഓക്കെ അഞ്ജലി. അപ്പൊ പ്ലസ് IERE ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് KVL വരുന്നത്. കറക്റ്റ്. അപ്പം ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വന്നു. പക്ഷെ നമുക്ക് വേണ്ടത് DIB ബൈ DIC. ഓക്കെ, IBയും ICയും കറണ്ട് മാത്രം നമുക്ക് മതി. IE എമിറ്റർ കറണ്ട് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എമിറ്റർ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. IE ഈക്വൽ ടു IB പ്ലസ് IC എന്നുള്ളത് അറിയാം. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരും. എന്നിട്ട് IB ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് IB ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ആഷില് ഇവിടെ DIB ബൈ DICയുടെ വാല്യൂ എന്ത് വരുമായിരിക്കും? ഹലോ, ആ. എവിടെയാണ്? ആ. അവിടെ മൈനസ് RE ബൈ RE പ്ലസ് RT. കറക്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ പോലെ തന്നെ നമ്മുടെ VT VBE കോൺസ്റ്റന്റ് ആയിരിക്കും. IC ഉള്ള ടേം ഇതാണ്. അപ്പൊ ICയുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ മൈനസ് RE ബൈ, അപ്പം ഈ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് ഇതും കൂടി കയറി വരും. ഓക്കെ, അപ്പം മൈനസ് RE ബൈ RE പ്ലസ് RT ആയിരിക്കും DIB ബൈ DIC. ഇത് നീ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നേരത്തെ പോലെ തന്നെ 1 പ്ലസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE ബൈ RE പ്ലസ് RT. ഇപ്പം ഡിനോമിനേറ്ററിലൊരു ടേമും കൂടെ വരുന്നത് കൊണ്ട് എസിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, അപ്പം എസിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ടും നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ഇനി വേറൊരു ചെറിയൊരു ടോപ്പിക് വരുന്നത് റോൾ ഓഫ് RE ഇൻ ബയസ് സ്റ്റെബിലൈസേഷൻ എന്നാണ്. ഓക്കെ, അപ്പം അലീന, REയുടെ വാല്യൂ 0 വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും വരാൻ പോകുന്നത്? S equal to 1 plus beta. ഓക്കെ, കറക്റ്റ്. അപ്പം നമുക്ക് RE 0 എന്ന് വെച്ചാൽ RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് 0 ആകും. അപ്പോൾ 1 പ്ലസ് ബീറ്റ ഇൻറ്റു 0. അപ്പം ഡിനോമിനേറ്റർ 1 ആയിട്ട് വരും. ഓക്കെ, അതായത് S ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും എസിൻ്റെ വാല്യൂ കൂടി പോവുക. ഓക്കെ, അപ്പോൾ അത് ഫിക്സ്ഡ് ബയസിൻ്റെ സെയിം ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. ഓക്കെ, എസിൻ്റെ വാല്യൂ എപ്പോഴും കുറവ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ RE ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിൽ ഈ RE ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകും. ഓക്കെ, സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ കൂടി പോകും. ഓക്കെ, നിങ്ങൾ ടേംസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ കുറവായിരിക്കണം, എന്നാലേ സ്റ്റെബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇവിടെ എസിൻ്റെ വാല്യൂ കൂടിപ്പോയി, അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് RE വേണം ഫോർ ബയസ് സ്റ്റെബിലൈസേഷൻ, എന്നാലേ തെർമൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് KVL എഴുതാൻ അറിയണം. പിന്നെ വേറൊരു കാര്യം കൂടി അറിയാനുള്ളത്, ഈ ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതാൻ അറിയണം. VAB ഈക്വൽ ടു VA മൈനസ് VB. അപ്പോൾ ഇവിടെ സപ്പോസ് ഇത് A എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഇതെന്ന് പറയുന്ന B എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ VAB എന്ന് പറയുന്നത് VA മൈനസ് VB ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഈ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, അതായത് I ഇൻറ്റു R1. അപ്പം നിങ്ങൾ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് KVL അറിയണം, ഈ ഒരു കൺസെപ്റ്റ് അറിയണം. പിന്നെ നിങ്ങളുടെ ഈ എസിൻ്റെ ഇക്വേഷൻ, ഫൈനലായിട്ടുള്ള എസിൻ്റെ ഇക്വേഷൻ, ഈ 3 സർക്യൂട്ടിൻ്റെ, പിന്നെ ഈ 3 ഫിഗർ എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് പറ്റും.